ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്നത് ഗിയർ ലിവറിൻ്റെ നോബ് എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ രീതിയിൽ രണ്ട് ടൈപ്പാണ് ഗിയർ നോബ് വരൽ. ഒന്ന് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ പ്രസ്സിങ് ടൈപ്പും, മറ്റേത് ത്രെഡ് വരുന്നത് നമ്മൾ സാധാ കൈ കൊണ്ട് ബോൾട്ടൊക്കെ ടൈറ്റ് ആക്കണ മാതിരി തിരിച്ചാണ് ടൈറ്റ് ആക്കണതും. ഈ രണ്ട് രീതിയിലാണ് മാനുവലായിട്ട് വണ്ടിക്ക് വരൽ. വീഡിയോയിൽ കാണുന്ന പോലെ പ്രസ്സിങ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചില വണ്ടികൾക്ക് നമ്മൾ കൈ കൊണ്ട് ഇതേപോലെ നല്ല മേലേക്ക് നല്ല പ്രഷർ കൊടുത്ത് വലിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് ഊരി പോരും. ചില വണ്ടികളിൽ നമ്മളിൽ എന്ത് കാട്ടിയാലും വേണ്ടില്ല, ചിലപ്പോൾ ഭയങ്കര ടൈറ്റായി വരും. അപ്പം ആ ടൈറ്റുള്ള സാധനം എങ്ങനെ ഊരുക, അങ്ങനെ നോക്കാം. ഇന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ള വണ്ടി വാഗനാറാണ്, മാരുതി സുസുക്കിൻ്റെ വാഗനാർ. അതിൻ്റെ ഗിയർ നോബാണ് ആ പൊട്ടി ആകെ ബാക്കിയൊക്കെ പൊളിഞ്ഞു പോയിക്കണേ. അപ്പം ഇതിന് പുതിയ സാധനത്തിന് ഏകദേശം 440 രൂപയാണ് പുതിയ നോബിനായത്. ഇനി ഇതിമത്തെ പഴയ ഗിയർ നോബ് എങ്ങനെ അയക്കാമെന്ന് നോക്കാം. പല ആൾക്കാരും പല ഐഡിയയിലാണ് എനിക്കൊരു അയക്കുക. നമ്മളിപ്പോൾ ഏതായാലും ഒരു മൈനസ് എടുത്തിട്ട് സ്ക്രൂ ഡ്രൈവർ എടുത്താണ്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ രണ്ട് വശത്തായിട്ടൊന്ന് മെല്ലെ ഇങ്ങനെ തിക്കി കൊടുക്കാം. ആ വെള്ള കാണുന്ന ഭാഗമാണ് ഇതിൻ്റെ ലോക്ക് വരിക. അതിൻ്റെ അടിഭാഗത്ത് എന്ത് ചെയ്യുക, ഒന്ന് മെല്ലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തിക്കി കൊടുത്താൽ മതി. രണ്ട് ഭാഗവും ഒരേമാതിരി ഇങ്ങനെ തിക്കി കൊടുക്കുക. ചിലത് നല്ല ടൈറ്റുള്ള കുറച്ച് ടൈം എടുത്ത് തിക്കേണ്ടി വരും. ഇതേതായാലും ഞാൻ പോകുന്നതിന് ഇതേപോലെ എന്ത് ചെയ്യും, അവിടെ ലോക്കാണ്ട് ഇതായി കഴിഞ്ഞാൽ പൊന്തി പോകുന്നുള്ളൂ. അപ്പം മൈനസ് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ദൂരെ. ഇനി മൈനസ് ഉപയോഗിക്കാതെ മങ്കി പ്ലെയർ ഉപയോഗിച്ചാണ്ട് എങ്ങനെ ഊരാന്ന് നോക്കാം. ഇതേപോലെ പ്ലെയർ എടുത്തിട്ട് നോബിൻ്റെ സെൻറ്ററിലായിട്ട് വെക്കുക. എന്നിട്ട് രണ്ട് വശത്തും നല്ല ടൈറ്റ് ആക്കിയതിന് ശേഷം രണ്ട് വശത്തും പിടിച്ച് മേലേക്ക് നല്ല പ്രഷറിൽ പൊക്കുക. ഇത് നമ്മൾ നേരത്തെ ഊരുകൊണ്ടാണ് മങ്കി പ്ലെയർ ഗ്രിപ്പ് പ്ലെയർ ഇട്ടപ്പോഴും ഇതേപോലെ സുഖമായിട്ട് വേഗം പൊന്തി പോകുന്നത്. നമുക്ക് ഏതായാലും ഇനി പുതിയത് ഫിറ്റ് ചെയ്യാം. പുതിയത് ഫിറ്റ് ചെയ്യുമ്പോൾ കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് അതിൻ്റെ ഗിയർ മാർക്ക് പൊസിഷൻ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് തന്നെ റിവേഴ്സൊക്കെ മാർക്ക് ചെയ്ത ഭാഗം റെഡിയാണെന്ന് മാത്രം നോക്കിയാൽ അതുപോലെ തന്നെ വെക്കുക, നേരെ പ്രസ് ചെയ്യുക. സിമ്പിളാണ്, വലിയ റിസ്ക് ഒന്നുമില്ല. ഇനിയുള്ളത് ത്രെഡ് ടൈപ്പ് എങ്ങനെ വരികയെന്ന് നോക്കാം. അത് വലിയ സിമ്പിളാണ്, വലിയ റിസ്ക് ഇല്ലാത്ത പരിപാടിയാണ്. നമ്മൾക്ക് നേരെ ടൂൾസൊന്നും വേണ്ട, ഒരു ടൂൾസും വേണ്ട ഇതിൻ്റെ നോബ് മാറ്റാൻ. അതേപോലെ തന്നെ നമ്മളെ കൈ കൊണ്ട് തിരിച്ചാൽ തന്നെ ഊരിപ്പോരാനുള്ള അതിനകത്തുള്ള ടൈറ്റേ ഉണ്ടാവുള്ളൂ. സാധാരണ വലിയ വണ്ടികൾക്കൊക്കെ ഇതിൻ്റെ ഗിയറിൻ്റെ നോബ് ഇതേപോലെ ത്രെഡ് ടൈപ്പാണ് വരൽ. വലിയ വണ്ടി പറഞ്ഞാൽ ഇന്നോവ, അതേപോലെ തന്നെ ഫോർച്യൂണർ, പിന്നെ മഹീന്ദ്രൻ്റെ. ഇതിപ്പോൾ വണ്ടി സ്കോർപ്പിയോ ആണ്. അതേപോലെ സൈലോ, തവേര, ബലോറോ, ഇതൊക്കെ ഇങ്ങനത്തെ ത്രെഡ് ടൈപ്പാണ് വരൽ. ചെറിയ വണ്ടികളാണ് കൂടുതലും മറ്റേ ടൈപ്പ് പ്രസ്സിങ് ടൈപ്പ് വരൽ. ഇത് നമ്മൾ ഊരെടുത്ത് അതേപോലെ തന്നെ ബോൾട്ട് ടൈറ്റ് ആക്കണ മാതിരി സാധാ ഇതേപോലെ ഇങ്ങനെ ടൈറ്റ് ആക്കിയാൽ നോബ് ടൈറ്റ് ആവും. വലിയ റിസ്ക് ഒന്നുമില്ല, സിമ്പിൾ പരിപാടിയാണ്. ഒരു ടൂളും വേണ്ട ഈ ത്രെഡ് ടൈപ്പ് നോബ് മാറ്റാൻ. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക.